ഹലോ, ഇന്ന് ചിക്കൻ വെച്ചിട്ട് ഒരു റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ചിക്കൻ ക്യാപ്സിക്കം മസാലയാണ് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമായ സാധനങ്ങൾ, ഫസ്റ്റ് വേണ്ടത് ചിക്കൻ തന്നെയാണ്. ചിക്കൻ ലെഗ് പീസാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ലെഗ് പീസാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ മെയിൻ ഐറ്റം ക്യാപ്സിക്കം തന്നെയാണ്. 2 പച്ചമുളകും കീറി ഇട്ടിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് നമുക്ക് ആവശ്യമാണ്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും അരച്ച് വെച്ചിട്ടുണ്ട്. സവാള അരിഞ്ഞത് ആവശ്യമാണ്. തക്കാളിയും ആവശ്യമാണ്. പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികൾ കൂടെ ആവശ്യമാണ്. ആദ്യമായിട്ട് നമുക്ക് ഈ ചിക്കനിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ശേഷം ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ശേഷം മുളക് പൊടി, എരിവിന് ആവശ്യമായ മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് കറി മസാലയാണ്. നമ്മൾ വീട്ടിൽ പൊടിച്ചുണ്ടാക്കിയ കറി മസാല പൊടിയാണ്. കറി മസാലപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ 1/2 കഷ്ണം നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തു. പൊടി ഡ്രൈ ആണെങ്കിൽ കുറച്ച് വെള്ളം ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ ഇരുന്ന് മസാല പിടിക്കുമ്പോഴേക്കും നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായ ശേഷം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ചൂടായി വന്നതിന് ശേഷം നമുക്ക് സവാള വഴറ്റാം. ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുക്കാം. ശകലം ഉപ്പ് ചേർത്ത് വഴറ്റാം. വഴറ്റി യോജിപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം ഇത് ഇളക്കി യോജിപ്പിക്കാം. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളിക്ക ചേർത്ത് കൊടുക്കാം. തക്കാളിക്ക ചേർത്ത് നല്ലപോലെ ഇളക്കുക. ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് നല്ലപോലെ ഇളക്കുക. ഇളക്കി യോജിപ്പിച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേവിക്കാം. അപ്പോൾ ഇതിവിടെ തയ്യാറാകട്ടെ. അടച്ച് വയ്ക്കാം. ചിക്കൻ വറുക്കാം. ചിക്കൻ വറുത്തതിന് ആവശ്യമായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങൾ എല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാലയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര മസാല ആവശ്യമുണ്ടോ അതിന് അനുസരിച്ച് ഓരോ പൊടികളും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇളക്കി പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കുക. ശേഷം വീണ്ടും അടച്ചു വയ്ക്കാം. വയ്ക്കുകയാണ്. ചിക്കൻ ഒരു വശം മൂത്തിട്ടുണ്ട്. അടുത്ത വശം തിരിച്ചിടാം നമുക്ക്. അപ്പോൾ ഇതും നല്ലപോലെ എണ്ണയിൽ കിടന്ന് വേകട്ടെ. ഈ മസാലയിലോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്ത് വരട്ടെ. ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ മസാലയിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഓരോരോ ചിക്കൻ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം.
ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇളക്കി യോജിപ്പിക്കുക. നല്ലപോലെ തിളയ്ക്കട്ടെ. 10 മിനിറ്റ് വീണ്ടും മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് നമുക്കിതിനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില വിതറാം. ഇവിടെ ചേർക്കേണ്ട ആവശ്യമില്ല, കുഞ്ഞി മല്ലിയിലയാണ് ഇതിന് ടേസ്റ്റ് നൽകുന്നത്. അപ്പോൾ ഇത് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലോട്ട് ഇരിക്കട്ടെ. അടച്ചു വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ക്യാപ്സിക്കം ചേർത്തുള്ള നമ്മുടെ ചിക്കൻ്റെ മസാല കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്കുകളാണ് നിങ്ങളുടെ സപ്പോർട്ട്, മുന്നോട്ട് പോകാനുള്ള പ്രോത്സാഹനമാണ് നിങ്ങളുടെ ലൈക്കുകൾ ഓരോന്നും എനിക്ക്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.